നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഏതാനും നിമിഷങ്ങൾക്കകം അവസാനിക്കുകയാണ്. എല്ലാ മുന്നണിയുടെയും പ്രവർത്തകർ തങ്ങളുടെ മുന്നണിക്ക് വേണ്ടി, തങ്ങളുടെ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രവർത്തകർ നിരത്തിലിറങ്ങി തങ്ങളുടെ ഇത്രയും നാളത്തെ പരിശ്രമത്തിന്റെ അവസാനം എന്നോണം പാട്ടുപാടി നൃത്തം ചെയ്യുകയും നൃത്തം ചവിട്ടുകയും ആഹ്ലാദത്തിൽ ആറാടുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള മണ്ഡലങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ നിയോജക മണ്ഡലത്തിലാണ്. നമുക്കറിയാം, പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും അതുപോലെ തന്നെ LDF വിട്ട് UDF-ലെത്തിയ PV അൻവറിന്റെയും സ്ഥാനാർത്ഥിത്വം കൊണ്ട് തന്നെ വലിയ ചർച്ചയായ ഒരു മണ്ഡലമാണ് ബേപ്പൂർ എന്ന് പറയുന്നത്. ഇവിടെയും വലിയ ആവേശത്തിലാണ് പ്രവർത്തകർ എല്ലാവരും തന്നെ. ബേപ്പൂരിൽ ഈ ആവേശ കലാശക്കൊട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടികൾ നടക്കുന്നത് ഫറോക്ക് മുനിസിപ്പാലിറ്റിയിലെ ഫറോക്ക് ബസ് സ്റ്റാൻഡിന് സമീപത്താണ് എന്നുള്ളതാണ്. മൂന്ന് മുന്നണികളുടെയും പ്രവർത്തകർ വലിയ ആവേശത്തിൽ ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് നൃത്തം ചെയ്യുകയും തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ആർപ്പ് വിളിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. LDF-ന്റെയും BJP-യുടെയും പ്രവർത്തകർ നേരത്തെ തന്നെ എത്തിച്ചേർന്ന് അവർ നൃത്തം ചെയ്യുന്നതിനിടയിലേക്ക് UDF-ന്റെ പ്രവർത്തകർ അല്പം നേരം കഴിഞ്ഞ് കടന്നു വരികയും അവർ തള്ളിക്കയറാൻ ശ്രമിക്കുകയും ചെയ്തത് നേരിയ ഒരു ഉന്തും തള്ളും ഉണ്ടാക്കിയെങ്കിലും പോലീസ് ഇടപെട്ട് മൂന്ന് കൂട്ടരെയും സമാധാനിപ്പിക്കുകയും തുടർന്ന് തികച്ചും സമാധാനപരമായിട്ടുള്ള രീതിയിലായിരുന്നു ഇവിടെ കലാശക്കൂട്ടിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നിരുന്നത്. അതിനിടെ തികച്ചും രസകരമായ ചില സംഭവങ്ങളും ഉണ്ടായി. PV അൻവറിന്റെ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് സമയത്തെ ചില അദ്ദേഹത്തിന്റെ വാക്കുകൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ പ്രഖ്യാപിത നയം ഇനി UDF-ലേക്ക് പോവുകയില്ല എന്ന് എഴുതിയിട്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ UDF പ്രവർത്തകർക്ക് നേരെ ഒരു തമാശ മട്ടിൽ നിന്ന് അവരെ പരിഹസിച്ചുകൊണ്ട് നിന്നത് വലിയ കൗതുകം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ഇതിന് പകരം എന്ന വണ്ണം ഈ സ്വർണം പൂശിയ പാത്രം എടുത്ത് കാണിച്ചുകൊണ്ടാണ് UDF-ന്റെ പ്രവർത്തകർ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകരെ നേരിട്ടത് എന്നുള്ളത് കാഴ്ചക്കാർക്കും വലിയ കൗതുകം ഉണ്ടാക്കുകയുണ്ട്. എന്ത് തന്നെയായാലും മൂന്ന് മുന്നണികളും വലിയ ആവേശത്തിലാണ്. നാളെ കഴിഞ്ഞ അടുത്ത ദിവസം പോളിംഗ് ബൂത്തിൽ എത്തിക്കുമ്പോൾ ഈ ആവേശമെല്ലാം വോട്ടായി മാറുമോ, ആരാണ് വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് ഇനി അവശേഷിക്കുന്ന ചോദ്യം. കോഴിക്കോട് നിന്ന് നിഹിൽ കക്കാടത്ത്, മറുനാടൻ TV.